ഐഷംസ് ആണ്. USS എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അത് മാച്ച് ദ ഫോളോയിങ്ങിലൂടെ ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ മിസ് എന്തുകൊണ്ടാണ് മാച്ച് ദ ഫോളോയിങ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ പുതിയൊരു പാറ്റേണിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മാച്ച് ദ ഫോളോയിങ് സോൾവ് ചെയ്യുന്നതോട് കൂടി തന്നെ മറ്റു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇതേ തീം ബേസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ അത് ആൻസറബിളും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2 ക്ലാസ്സസ്, അതായത് 2 സബ്ജക്റ്റുകളുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് നമ്മുടെ ബഡ്ജറ്റിന്റെ ചാപ്റ്ററും മറ്റൊന്ന് നമ്മുടെ ആഫ്രിക്കയെ കുറിച്ച് പഠിച്ചില്ല എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലേ. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്നതോടുകൂടി, ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നതോടുകൂടി ഈ ചാപ്റ്റേഴ്സിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ഏരിയയും നിങ്ങൾ കവർ ചെയ്തു. ഇനി എങ്ങനെ വൺ വേർഡ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ബോക്സിൽ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടതിന് ശേഷം അറിയിക്കുക. ആൻഡ് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ്, വികസനത്തിന്റെ നേർരേഖ അല്ലെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മാച്ച് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ എന്താ തന്നത്, 2 കോളം ഉണ്ട്, മലയാളം ഇംഗ്ലീഷും മിസ് തന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ തന്നെ നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രതീക്ഷിത, അപ്രതീക്ഷിത, പിന്നെ വികസനേതര ചെലവുകൾ. അപ്പം അത് വെച്ചിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് USSന്റെ എക്സാമിന് കാണാൻ പറ്റും. ഇത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഇതിന്റെ എക്സാമ്പിൾസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമ്മൾ അത് പഠിച്ചിരിക്കും. ഓക്കെ, സോ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാം അല്ലെ. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അപ്രതീക്ഷിത ചെലവുകളാണ്. അപ്രതീക്ഷിത ചെലവുകളിൽ ഏത് വരുന്നുണ്ട്? യെസ്, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇനി ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, വികസന ചെലവ് എന്ന് പറയുമ്പോൾ റോഡുകളുടെ നിർമ്മാണത്തിനൊക്കെ ഉള്ളത് എന്താ? വികസന ചെലവുകളാണ് അല്ലെ. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, വികസനേതര ചെലവ് എന്ന് പറയുമ്പോൾ ഏതാണ്? പെൻഷൻ കൊടുക്കുന്നതും ഡിഫൻസ് ഒക്കെ ഉള്ളത് വികസനേതര ചെലവുകളാണ്. അപ്പം ഇത് പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മളുടെ ടാക്സുകളെ കുറിച്ച് ഇത് മിസ് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന്. സോ നമ്മുടെ ടാക്സ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗവൺമെന്റിന്റെ റവന്യൂ എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്, ടാക്സിലൂടെയും നോൺ ടാക്സിലൂടെയും കിട്ടുന്നുണ്ട്. അതിൽ ടാക്സിൽ തന്നെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഉദാഹരണം നിർബന്ധമായിട്ടും പഠിക്കണം, ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താം, അതിൽ ഏതാണ് വരുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ് ഒക്കെ വരും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? സെയിൽസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് ഒക്കെയാണ് വരുന്നത്. ഇനി അടുത്തത് നോൺ ടാക്സ് റവന്യൂ ആണ്. നികുതിയേതര വരുമാനം എന്ന് പറയുമ്പോൾ ഫീസ്, പിഴകള്, ഗ്രാൻഡുകളൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത്. അതും ഗവൺമെന്റിന്റെ ഒരു വരുമാനമാണ്. പിന്നെ GST ഇംപ്ലിമെന്റ് ചെയ്തത്, GST നടപ്പിലാക്കിയ ഭേദഗതി ഏതാണ്? 101 പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർ താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ GST ഇംപ്ലിമെന്റ് ചെയ്ത വർഷവും തീയതിയും ഏതാണെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 3 തരമുണ്ട്: സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് അല്ലെ. യെസ്, നമ്മുടെ മിച്ച ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ്, സന്തുലിത ബഡ്ജറ്റ്. അപ്പൊ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കൂടുതൽ ഉണ്ടാവുക? വരുമാനം കൂടുതലും ചെലവ് കുറവുമുള്ളതിനെയാണ് നമ്മൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മാച്ച് ചെയ്യാം. ഇനി ഡെഫിസിറ്റ് ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ചെലവ് കുറേ ഉണ്ടാവും, പക്ഷെ വരുമാനം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. അപ്പം അതാണ് ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. കുറഞ്ഞ വരുമാനവും കൂടുതൽ ചെലവുമാണ് ഉണ്ടാവുന്നത്. ബാലൻസ്ഡ് എന്ന് പറഞ്ഞാലോ, യെസ്, സന്തുലിത ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കും, ഒരേപോലെയുള്ളതാണ് നമ്മളുടെ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 2 പൊതുകടങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയുള്ള കടങ്ങളാണുള്ളത്? ഇന്റേണൽ ഡെപ്റ്റും ഉണ്ട്, രാജ്യത്തിനകത്തുള്ളത്, പുറത്തുള്ളത് എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ്. അപ്പൊ വേൾഡ് ബാങ്കിൽ നിന്ന്, IMFൽ നിന്നൊക്കെ ഉള്ളത് ഏതിൽ വരുന്നതാണ്? ലോക ബാങ്ക്, IMF നിന്നുള്ള വായ്പകളൊക്കെ വരുന്നത് എക്സ്റ്റേണൽ ഡെപ്റ്റിലാണ്, വിദേശ കടത്തിലാണ് വരുന്നത്. ഈസി അല്ലേ? യെസ്, അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഏതാ? എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെയാണ്. അപ്പൊ വിവേചനത്തിനെതിരെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോറുകളെ കുറിച്ചിട്ട്, ദെൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താ, ഗ്രേറ്റ് ട്രക്ക് എന്താന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ബോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡച്ച് വേർഡ് ഫോർ ഫാമർ അല്ലെ. ബോയർ എന്ന് പറയുന്നത്
കർഷകൻ എന്ന അർത്ഥമുള്ള ഡച്ച് വാക്കാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? the Cape of Good Hope, the hope for navigators to reach Asia, അല്ലെ? ഏഷ്യയിലെത്താൻ നാവികർക്ക് ലഭിച്ച പ്രതീക്ഷയാണ്. ഒരു മെയിൻ കോളനിയാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ആഫ്രിക്കയിൽ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രേറ്റ് ട്രക്ക്. ഗ്രേറ്റ് ട്രക്ക് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള പലായനം, അല്ലെ? അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മതി കേട്ടിട്ട് അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ സ്ഥലത്തേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക്, ദക്ഷിണാഫ്രിക്കയിലെ ഉൾപ്രദേശങ്ങൾക്ക് ബോറുകൾ പോയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളുടെ ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. ഇനി റോബൻ ഐലൻഡ്. റോബൻ ഐലൻഡ് പ്രസക്തി എന്താണെന്ന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച കാര്യമാണ്, അല്ലെ? യെസ്, കമ്പാരിസൺ ടു കലാപാനി ജയിൽസ്, അല്ലെ? നമ്മുടെ ഇന്ത്യയിലെ കലാപാനി ജയിലുകളോടുള്ള ഉപമയായിട്ടാണ് റോബൻ ഐലൻഡിനെ ഇവിടെ സൗത്ത് ആഫ്രിക്കയുടെ ചാപ്റ്ററിൽ കാണിക്കുന്നത്. സംഗതി സെറ്റ് ആണല്ലോ. അപ്പൊ ഇത് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഓഫ് ചെയ്യുക. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പല ആക്ടുകൾ ചോദിക്കുന്നുണ്ട്. ഷോ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മക്കളെ നിങ്ങൾക്ക് USS എക്സാമിൽ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആക്ടുകൾ ചോദിക്കുന്നതാണ്. ഒന്നാമത്തത് നേറ്റീവ് ലാൻഡ് ആക്ട്. നേറ്റീവ് ലാൻഡ് ആക്ട് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നേറ്റീവ് ലാൻഡ് ആക്ട് എന്ന് പറഞ്ഞാൽ അലോക്കേറ്റഡ് റിസർവ്സ്, അല്ലെ? എന്താണ് റിസർവുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ ആർക്ക് അനുവദിച്ചു കൊടുത്തു? കറുത്ത വർഗ്ഗക്കാർ. അതാണ് നേറ്റീവ് ലാൻഡ് ആക്ട് എന്ന് പറയുന്നത്. ഇനി ബന്ധു എഡ്യൂക്കേഷൻ ആക്ട്. വിദ്യാഭ്യാസം ട്രഡീഷണൽ ആവണം, പരമ്പരാഗത വിദ്യാഭ്യാസം മാത്രമേ ആർക്ക് പാടുള്ളൂ? ഈ കറുത്ത വർഗ്ഗക്കാർക്ക് പാടുള്ളൂ. ആ ഒരു കാര്യം പറയുന്നതാണ് ബന്ധു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്. വോട്ട് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതെന്താണ്? യെസ്, ജനറൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് അവരെന്ത് ചെയ്തു? പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ആരെ? നമ്മുടെ പാവപ്പെട്ട കറുത്ത വർഗ്ഗക്കാരെ, അല്ലെ? ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിന്റെ ഭാഗമായിട്ട് പൊതു വോട്ടർ ലിസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കി. ഇനി പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് എന്താണ്? പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ID കാർഡ് കമ്പൽസറി ആക്കി. 18 വയസ്സുള്ളവർക്ക് 18 വയസ്സിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ള നിയമമാണ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് വർഷങ്ങൾ കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നോട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഒന്നാമത്തത് നമ്മുടെ ആഫ്രിക്കൻ ഇയർ. ആഫ്രിക്കൻ ഇയർ എന്തായിരുന്നു സംഭവിച്ചത്? ഏകദേശം 17ഓളം രാജ്യങ്ങൾക്ക് ഫ്രീഡം കിട്ടിയിരുന്നതാണ് ആഫ്രിക്കൻ ഇയർ എന്ന് പറയുന്നത്. ആ ആഫ്രിക്കൻ ഇയർ ഏതാണ്? 1960. ആഫ്രിക്കൻ വർഷം എന്ന് പറയുന്നത് 1960 ആണ്. ഇനി നെൽസൺ മണ്ടേലയെ റിലീസ് ചെയ്തത് ഏതാണ്? നെൽസൺ മണ്ടേലയെ 1990 ഫെബ്രുവരി 11 റിലീസ് ചെയ്തത്. നെൽസൺ മണ്ടേല 1990 ജയിലിൽ നിന്നിട്ട് റിലീസ് ചെയ്തത്. ഇനി അടുത്തത് അബോളിഷൻ ഓഫ് അപ്പാർത്തൈഡ്. അടുത്ത വർഷം തന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് അപ്പാർത്തൈഡ് നയം 1991 1991 ഒഴിവാക്കി. ഇനി ഫസ്റ്റ് ഡെമോക്രാറ്റിക് ജനറൽ ഇലക്ഷൻ എപ്പോഴായിരുന്നു നടന്നത്? 1994 അവിടെ ആഫ്രിക്കയിൽ ഫസ്റ്റ് ആദ്യ ജനാധിപത്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ആഫ്രിക്കൻ വർഷം എന്ന് പറയുന്നത് 1960 അത് കഴിഞ്ഞ് 1990 എന്ത് ചെയ്തു? നമ്മുടെ നെൽസൺ മണ്ടേലയെ ജയിലിൽ നിന്നിട്ട് വിമുക്തനാക്കി. 1991 അപ്പാർത്തൈഡ് എന്ന നിയമം ഒഴിവാക്കി. 1994 അവരെന്ത് ചെയ്തു? ഫസ്റ്റ് ജനാധിപത്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ 2 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങളെ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും MCQ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ പഠിച്ച ഏരിയയിൽ നിന്നിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മറക്കണ്ട, നമ്മുടെ USS പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്തത് ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചാൽ മതി. നമ്മൾ സൂപ്പർ ആയിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ കുറച്ചോ ടൈം കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉള്ളൂ. വെറും 99 റുപ്പീസിനാണ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്, ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാന്ന് കൃത്യമായിട്ട് നമ്മുടെ ഓരോ ടീച്ചേഴ്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കൂടാതെ തന്നെ എങ്ങനെയാണ് USS എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ലൈവ് സെഷനുകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിലുള്ള ടെസ്റ്റുകൾ ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ USS എക്സാമിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വെറും 99 റുപ്പീസേ ഉള്ളൂ. ഇത് മിസ് ഔട്ട് ചെയ്യേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ മിഷൻ USS ബാച്ചിൻ്റെ ലിങ്ക്
ലിങ്ക് ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, പേയ്മെന്റ് ലിങ്കിലേക്ക് പോകും, പേയ്മെന്റ് അടിക്കുക, ജോയിൻ ചെയ്യുക, എജ്യൂപോഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ എല്ലാ ക്ലാസ്സസും കിട്ടുന്നതാണ്. ഒരു പണിയുമില്ല, വെറും 99 rupees ആണ്. ഒരു പൊറോട്ടയും ബീഫ് വാങ്ങണമെങ്കിൽ വരെ ഇതിലും കൂടുതൽ പൈസ വേണം. നിങ്ങൾക്ക് USS എക്സാം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് നിങ്ങൾക്ക് വെറും 99 rupeesന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, ഇത് മിസ് ഔട്ട് ചെയ്യരുത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരൊറ്റ സർപ്രൈസ് കൂടിയുണ്ട്. അപ്പോൾ USS എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ കുറേയൊക്കെ ഇപ്പോൾ പഠിക്കുന്നൊക്കെ ഉണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ USS എക്സാം എങ്ങനെയാണോ അതിൻ്റെ ഒരു മോഡൽ എന്ന നിലക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം മാനേജ്മെൻറ്റിനും ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എജ്യൂപോഡ് നിങ്ങൾക്ക് 22 February കൃത്യം 7 മണിക്ക് നമ്മുടെ എജ്യൂപോഡ് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് USS മെഗാ മോഡൽ എക്സാം പ്രൊവൈഡ് ചെയ്ത് തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, February 28 കൃത്യം 7 മണിക്കാണ്. ഇതിന് ഒരു പേയ്മെൻറ്റും വേണ്ട, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് മക്കൾക്ക് മനസ്സിലാവാൻ എങ്ങനെയാണ് എക്സാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു ഫ്രീ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും എവിടെയുണ്ട്? താഴെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട. കറക്റ്റ് നിങ്ങൾക്ക് USS എക്സാം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്രയും ഓഫേഴ്സ് കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് ഒരു 10,000+ എജ്യൂപോഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഡിസ്ട്രിക്ട് വൈസ് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമ്മൾ USS എക്സാം മോഡൽ എക്സാം നമ്മൾ നടത്തിയിട്ടുള്ള മോഡൽ എക്സാമിൻ്റെ ബേസിസിൽ ഏറ്റവും വലിയ ടോപ്പ് മാർക്ക് ആരാണോ നേടിയത് അയാൾക്ക് എന്തുണ്ടാവും? 3,000 rupees+ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ടോപ്പ് 10 സ്റ്റുഡൻസിന് ISRO ട്രിപ്പോടെയാണ് ഇവിടെ എജ്യൂപോഡ് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രീ എക്സാമിൽ ഫുൾ കാര്യങ്ങൾ മാറാൻ പോവാണല്ലേ. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എജ്യൂപോഡ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. മോഡൽ എക്സാം ലിങ്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റും ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൂടാതെ തന്നെ ഇത്രയും ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള സെഷനുകൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. അപ്പോൾ മറക്കണ്ട, ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ബാച്ചിലും ജോയിൻ ചെയ്യുക. ആൻഡ് മോഡൽ എക്സാം മിസ് ഔട്ട് ചെയ്യരുത്, നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് എഴുതി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.